ആരംഭിക്കാൻ പോവുകയാണ്. കുടുംബശ്രീ CDSും അതുപോലെ തന്നെ ICDSും ചേർന്ന് നടത്തുന്ന പോഷൻ മാ 2024 എന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമൂഹവും ആരോഗ്യമുള്ള മനുഷ്യരുമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. അതുമായി ബന്ധപ്പെട്ട് പോഷണമാഗ് എന്ന് പറയുന്ന നമ്മുടെ കുടുംബശ്രീ CDSും അതുപോലെ ICDSും ചേർന്നുകൊണ്ട് ഇന്നിവിടെ നടത്തപ്പെടുന്ന ഈ പോഷക വാരാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടി വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രദർശന മേളയും സെമിനാറും ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ വർഷവും പോഷൻ വാരാചരണമായിട്ട് ആഘോഷിക്കുന്ന വേളയിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ആഘോഷിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഇവിടെ ഒരു വാർഡിൽ നിന്ന് 5 പേരെ വീതം, കൂടുതലൊന്നും വേണ്ടായിരുന്നു, ഒരു വാർഡിൽ നിന്ന് 5 കുടുംബശ്രീ പ്രവർത്തകരെ വേണമെന്നില്ല, അമ്മമാരെ പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ ഇവിടെ 75 പേരെയെങ്കിലും കണ്ടേനെ. ഇതൊരു വലിയ പോരായ്മയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ അംഗൻവാടി ടീച്ചർമാരും CDS മെമ്പർമാരും വിരലിൽ എണ്ണാവുന്ന വെറൈറ്റി കുട്ടികളാണ്. വളരെ നന്നായിട്ടുണ്ട്. ഓരോ കുടുംബശ്രീക്കാരും അതോടൊപ്പം തന്നെ അംഗൻവാടി ടീച്ചർമാരും ഓരോ പ്രത്യേകം ഫുഡ് വെറൈറ്റി രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ നന്നായിട്ടുണ്ട്. ഒരു മാസക്കാലമായി പോഷക മാസാചരണം പണ്ടൊക്കെ ഒരാഴ്ചയൊക്കെ ആചരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഒരു മാസക്കാലമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. പോഷന്മാരുടെ ഭാഗമായിട്ട് ഇടയ്ക്കോട് അംഗൻവാടി ടീച്ചറായ ഞാൻ ലീനയാണ്, വർക്കറാണ്. ഞാൻ ഇന്നിവിടെ പോഷകാഹാരം ഉണ്ടാക്കിക്കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടുന്ന കപ്പയ്ക്കയും വാഴക്കൂമ്പും ചേർത്തുള്ള ഒരു കൂട്ടുകറിയാണ്. കപ്പയ്ക്കയും വാഴക്കൂമ്പും ചെറിയ ഉള്ളിയും ഒന്നിച്ചരിഞ്ഞിട്ട് ഈ എണ്ണയിൽ കടുവറുത്തിട്ട് അതിനകത്തൊരു ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് കിഴങ്ങേറി വെക്കുന്ന അതേ രൂപത്തിൽ നമ്മൾ കടുവറുത്ത് എണ്ണയിലേക്ക് കപ്പയ്ക്കയും ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് CDSും ICDS ചേർന്ന് നടക്കുന്ന പോഷൻ മാ 2024 എന്ന പ്രോഗ്രാമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ചടയമംഗലം CDSന്റെ നന്ദി അറിയിക്കുന്നു. ഒത്തിരി രോഗങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്കറിയാം, ദിവസവും പുതിയ പുതിയ വൈറസുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഭക്ഷണം പ്രൊട്ടക്ഷൻ തരും. പൂർണ്ണമായി ICDSും കുടുംബശ്രീയും ചേർന്ന് പോഷൻ മാ 2024 എന്ന പ്രോഗ്രാം നമ്മളിവിടെ ഇന്ന് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോഷകസമൃദ്ധമായ വിഭവങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കുന്ന വിവിധ തരത്തിലുള്ള വിഭവങ്ങളാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ചടയമംഗലം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ CDS ICDSും സംയുക്തമായി പോഷൻ മാ 2024 ഇന്നിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ എത്ര മനോഹരമാക്കി ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാമെന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷെ നമ്മളെന്നും മറ്റു പ്രകൃതി വിഭവങ്ങളല്ലാത്ത മറ്റു കാര്യങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ തൊടിയിൽ തന്നെയുള്ള പപ്പയ്ക്കായും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അമൃതം പൊടിയൊക്കെ വെച്ച് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ ശീലിപ്പിക്കുകയും വെളിയിൽ നിന്നുള്ള ഫാസ്റ്റ് ഫുഡിനെ നമ്മുടെ കുട്ടികൾക്ക് എതിരാക്കിക്കൊണ്ട് നമ്മൾ ഈ
ഫുഡുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം. ഇതിന് എന്ന പരിപാടിയുടെ പിന്നെ സമാപന ചടങ്ങാണ്. നമ്മുടെ ഒരു മാസമായി നമ്മുടെ അംഗൻവാടികളിൽ പോഷന്മാരുമായി ബന്ധപ്പെട്ട് വിവിധ ക്ലാസ്സുകളും അത് തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, കുഞ്ഞുങ്ങളുടെ പിന്നെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട് പ്രദർശനം. ചേച്ചി പറഞ്ഞാലും മതി. ചടയമംഗലം ICDS-ഉം കുടുംബശ്രീയും ചേർന്നാണ് ഈ പോഷമാസാചരണം ആചരിക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് ഈ പോഷമാസാചരണം ആചരിച്ചത്. ഈ സെപ്റ്റംബർ 1 മുതൽ 30 വരെ എല്ലാ അംഗൻവാടി തലത്തിലും നമ്മൾ ഓരോ ദിവസം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ സമാപന സമ്മേളനം ഈ ഇന്നായിരുന്നു. പിന്നെ ഓരോ അംഗൻവാടിയിൽ നിന്നും പലതരത്തിലുള്ള പോഷകസമൃദ്ധമായ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിക്കുകയും പിന്നെ ഓരോരുത്തരും പലതരത്തിലുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ചെറുധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ഉപയോഗിച്ച് പലതരത്തിലുള്ള പോഷകസമൃദ്ധമായ ആഹാരങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ